കാണാൻ സാധിക്കുന്നത്. എത്ര വെയിലായാലും അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതായത് പ്രതികൂല മനോജ് തുടരൂ. മനോജ്, എന്തായാലും തമ്പാനൂർ നേരത്തെ മനോജ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം ഭക്തലക്ഷങ്ങൾ എത്തുന്ന ഈ ആറ്റുകാൽ ക്ഷേത്രം ലക്ഷ്യമാക്കി അങ്ങ് ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന്റെ വിദൂര ദേശങ്ങളിൽ നിന്നും ആയിരങ്ങൾ വന്നെത്തുന്ന റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും ഒക്കെ അടങ്ങുന്ന തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗമാണ് തമ്പാനൂർ. അവിടെ ജനലക്ഷങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുകയാണ്. നേരെ നമ്മൾ ലോക് ഭവന് മുന്നിലേക്ക് പോകാം. അവിടെ ശിവദാസ് കന്മനം തയ്യാറാണ്. ശിവദാസ്, ലോക് ഭവന് മുന്നിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, അദ്ദേഹം ഈ പൊങ്കാലയൊക്കെ കണ്ടിങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അദ്ദേഹം ഗോവ സ്വദേശിയാണ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ വിഷയങ്ങളെ പറ്റിയൊക്കെ അറിയാം. കാരണം അദ്ദേഹം ഒരു തികഞ്ഞ ദേശീയവാദിയാണ്, ദേശസ്നേഹിയാണ്. അതിനാൽ പൊങ്കാലയെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് വളരെ മുൻപ് തന്നെ അറിയാം. എന്താണ് ലോക് ഭവന് മുന്നിലെ ഒരു സാഹചര്യം? തീർച്ചയായും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക് ഭവന് മുൻപിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള റോഡുകളിലൊക്കെ തന്നെ ഇരു സൈഡിലും നിരവധി ഭക്തരാണ് പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ റെഡിയായി പൊങ്കാല നിവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ലോക് ഭവന് മുൻപിൽ നേരത്തെ തന്നെ ഗവർണർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഉണ്ടായിരുന്നു. പൊങ്കാല നിവേദ്യം അവർ തയ്യാറാക്കിയിരുന്നു. കാരണം നമുക്കറിയാം അദ്ദേഹം ഗോവ സ്വദേശിയാണ്. പക്ഷേ എങ്കിൽ പോലും ഗവർണർക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി അറിയാം. കാരണം ഭാരത സംസ്കാരം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ഭാരത സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. കാരണം ഈ പൊങ്കാല എന്ന് പറയുന്നത് അത് ലോക ശ്രദ്ധ പറ്റിയ ഗിന്നസ് ബുക്ക് റെക്കോർഡ്സിലടക്കം ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നേരത്തെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോക് ഭവൻ വസതിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ റോഡിൻ്റെ ഇരുവശവും നിരവധി ആളുകൾ ഇവിടെ പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ തിരുവനന്തപുരം നഗരത്തിൻ്റെ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണാൻ കഴിയും. നമുക്ക് അവരോട് തന്നെ പ്രതികരണം ചോദിക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? കോഴിക്കോട് നിന്നാണ്. എന്താണ് ഒരു പൊങ്കാലയുടെ ഒക്കെ ഒരു അനുഭവം എങ്ങനെ? ഞാൻ ആദ്യമായിട്ടാണ് പൊങ്കാലയ്ക്ക് വരുന്നത്. ഇത്രയും കാലം എത്ര പ്രാവശ്യം ആഗ്രഹിച്ചെങ്കിലും ഈ പ്രാവശ്യമാണ് അതിന് നിയോഗം ഉണ്ടായത്. വളരെ ഇവിടേക്ക് എത്തി. അതെ, ദൈവം ഇടയ്ക്ക് എത്തിച്ചു. വളരെ നല്ല അനുഭവമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊരു ഈ ചൂടും നമുക്കൊന്നും അറിയുന്നില്ല, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആക്ച്വലി ഇത്രയും ചൂടത്താണ് ഇരിക്കുന്നതൊന്നും തോന്നുന്നില്ല. മേ ബി ദേവിയുടെ അനുഗ്രഹം തന്നെയായിരിക്കും തോന്നുന്നു. അതെ അതെ അതെ, സത്യം. പ്രയാസങ്ങളൊന്നും അറിയുന്നില്ല, എല്ലാം സമർപ്പിച്ച് നമുക്ക് വളരെ മനോഹരമായൊരു അനുഭവമാണ്. ആർക്കും വന്നിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ആ അനുഭവം കിട്ടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇപ്പുറത്ത് വേറെ ഒരു അമ്മ ഉണ്ട്, നമുക്ക് അവരോടൊക്കെ ചോദിക്കാം അവരുടെ അനുഭവങ്ങൾ. കാരണം അവർ കോഴിക്കോട് നിന്നും ആണ് വരുന്നത്. അപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള വ്യത്യസ്തമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഈ പൊങ്കാലയുടെ ഒരു അനുഭവം എങ്ങനെ? ഒരുപാട് എന്താ പറയുക, ഞാൻ 4ാം തവണയാണ് പൊങ്കാല ഇടുന്നത്. വീണ്ടും വീണ്ടും വരണം എന്നുള്ളൊരു തന്നെയാണ്. ദേവീൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്രാവശ്യം നല്ല ഭംഗിയായി എനിക്ക് ഇത് പൊങ്കാല ഇടാൻ പറ്റി. ഇതിപ്പം നേരത്തെ എൻ്റെ ചേച്ചി ആദ്യമായിട്ടാണ് ഇടുന്നത്. അവരുടെ കൂടെ എനിക്ക് പൊങ്കാലയിൽ പങ്കുചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. തിരുവനന്തപുരത്ത് ഇത്രയും ഈ ആഘോഷം ഇത്രയും നന്നായിട്ട് നടത്തുന്നതിന് ഒരുപാട് എന്താ പറയുക, ദേവീൻ്റെ അനുഗ്രഹമാണ്. അത്ര തന്നെ ഒരു ഭയങ്കരമായ ഒരു നല്ലൊരു അനുഭവം, സന്തോഷം. ഇതിൽ വരാത്ത ആളുകൾക്ക് ഭയങ്കര നഷ്ടമില്ലേ സ്ത്രീകൾക്ക്? തീർച്ചയായും അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു അനുഭവം നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ പലപ്പോഴും ആഗ്രഹിക്കാറ് ഞങ്ങളെ കൂടെ ഒരുപാട് ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരണം എന്നാണ്. പലപ്പോഴായിട്ട് അങ്ങനെ പറ്റാറുണ്ട്. ഇപ്രാവശ്യം അങ്ങനെ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിലും ഓരോരുത്തരായിട്ട് ഞങ്ങളെ കൂടെ വന്ന് പൊങ്കാല ഇടാറുണ്ട്. അത് നിങ്ങളങ്ങനെ ഒരുമിച്ച് ബന്ധുക്കളായിട്ട് വന്നാണോ അതോ ഒരു ബസ്സിൽ നാട്ടിൽ നിന്ന് ഒരുമിച്ച് ബസ്സിൽ അങ്ങനെ ഒരുമിച്ച് വന്നതാണ്? അല്ല, ഞങ്ങൾ എൻ്റെ ഫാമിലി ആയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ കൂടെ എല്ലാ വർഷവും വരാൻ ശ്രമിക്കാറുണ്ട്. അപ്പം കൂടെ ഏതെങ്കിലും ബന്ധു ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു അനുഗ്രഹമാണ്. ദേവി ഞങ്ങൾക്ക് അതിനുള്ളൊരു ആ കർമ്മം എൻ്റെ ഭർത്താവിന് അത് ചെയ്യാൻ പറ്റാറുണ്ട്. പലപ്പോഴും ആരെങ്കിലും ആയിട്ടാണ് ഞങ്ങൾ പൊങ്കാല ഇടാൻ വരാറ്. ഇന്ന് തിരിച്ചു പോവോ അതോ ഇതിനെ മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട്? ഇന്ന് തിരിച്ചു പോവില്ല. ഞങ്ങൾ ഇതിൻ്റെ ബാക്കി ചടങ്ങുകളൊക്കെ എത്രമാത്രം ഞങ്ങൾക്ക് അതിൽ പങ്കുചേരാൻ പറ്റും അതിലൊക്കെ പങ്കുചേർന്നിട്ടാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ചേവായൂർ ഇറങ്ങിയ സ്ഥലത്താണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. ഒരുപാട് പേരുണ്ടോ? ഇപ്പം കൂടെ വന്നത് എൻ്റെ ചേച്ചിയാണ്. ഇപ്പം വന്നത് ചേച്ചിയും ഞാനും കൂടെയാണ്.
അതാണ് അങ്ങനെ വലിയൊരു അനുഭവം തന്നെയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായി തന്നെ അറിയാം ഇതൊരു അനുഗ്രഹം, ദേവിയുടെ കൃത്യമായ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നുണ്ട്. അവർ 4ാമത്തെ തവണയാണ് വരുന്നത്. ഇപ്പോൾ അവരുടെ ചേച്ചി കൂടി ഉണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു അനുഗ്രഹം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഒരുപാട് ആളുകൾ ഇവിടെ ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ ഓരോ പ്രതികരണങ്ങൾ ചോദിക്കാം. കാരണം ഇപ്പോൾ പൊങ്കാല നിവേദ്യം തീ പകർന്ന് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. ചേച്ചി, എന്താണ് പൊങ്കാലയുടെ ഒരു അനുഭവം? എങ്ങനെ? നന്നായിട്ടുണ്ട്. എല്ലാ വർഷവും ഇതുപോലെ വന്നിടണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. എത്രാമത്തെ തവണയാണ് ഇതിപ്പം 2ാമത്തെ പ്രാവശ്യം. എവിടുന്നാണ് വരുന്നത്? കവടിയാറിലെന്ന്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തായിട്ട് ഇതിന് മുമ്പ് ഇട്ടിരുന്നില്ല? അതിന് മുമ്പ് വന്നിട്ടില്ലായിരുന്നു. തിരുവനന്തപുരത്ത് വന്നതിന് ശേഷം 2ാമത്തെ പ്രാവശ്യം. തിരുവനന്തപുരത്തെ അല്ല, ഇപ്പം മുൻപ് എവിടെയായിരുന്നു? വീട്ടിനടുത്തായിരുന്നു ഇടുന്നത്. ഇവിടെ 2ാമത്തെ തവണ. 2ാമത്തെ പ്രാവശ്യം. ടോട്ടൽ എത്ര ചെറുപ്പം മുതലേ, കുട്ടിക്കാലം മുതലേ ഇടുന്നുണ്ടോ? പൊങ്കാല ഇടുന്നുണ്ടോ? അല്ല, അങ്ങനെ എനിക്ക് അപ്പോഴും കുഞ്ഞു മക്കളായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങി വന്ന് ഇടാൻ മടിച്ചിട്ട് അത് ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇവിടെ വന്നപ്പോൾ അത് 2ാമത്തെ പ്രാവശ്യമായിട്ട് ഇനിയും ഇതുപോലെ വന്ന് അമ്മയുടെ തിരുനടയിൽ വന്നിടണമെന്നാണ് ആശംസിക്കുന്നത്. നല്ലൊരു അനുഭവം തന്നെയല്ലേ പൊങ്കാല ഇടുമ്പോൾ? കാരണം നമുക്ക് വലിയൊരു ഉണർവൊക്കെ കിട്ടുന്നില്ല ഇങ്ങനെ പൊങ്കാല ഇടുമ്പോൾ. ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നു, നമ്മുടെ ഒരു ഉണർവുണ്ടാവുന്നു നമ്മുടെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് പൊങ്കാല തിളച്ച് മറിഞ്ഞിങ്ങനെ 3 പ്രാവശ്യം കളഞ്ഞു. അപ്പോൾ നല്ല ടി വിയിലൊക്കെ കാണുന്നത് പോലെ നല്ല പതയും നിറയായിട്ട് വന്ന് തിളച്ച് കളയുന്നുണ്ടപ്പോൾ അത് വലിയൊരു സന്തോഷമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഇപ്പോൾ സംസാരിച്ച് അവരുടെ മുഖത്തു നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ആത്മീയ അനുഭൂതി നമുക്ക് കാണാൻ കഴിയും. കാരണം അവർക്ക് പലപ്പോഴും സംസാരിക്കുമ്പോൾ പോലും വാക്കുകൾ പോലും കിട്ടുന്നില്ല. അത്രയ്ക്കും ഒരു ആത്മീയ നിർവൃതി അവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ 10,000-കണക്കിന് സ്ത്രീകളാണ് ഇവിടെ ആ രീതിയിലുള്ള അനുഭവവുമായി ഇവിടെ അതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ ഈ പൊങ്കാല നിവേദ്യം സമർപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പണ്ടാരടുപ്പിൽ തീ പകർന്നതിന് ശേഷം അതിൻ്റെ ഒരു നിവേദ്യം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായും തയ്യാറായി കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും അടുപ്പുകൾ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചോദിക്കാം, മറ്റു തയ്യാറെടുപ്പുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എന്താ ഉണ്ടാക്കുന്നത്? തിരളിയ എപ്പോൾ, എവിടെ സ്ഥലം? എവിടെ? നെടുമങ്ങാട്. എല്ലാ വർഷവും ഇടാറുണ്ടോ? എല്ലാ വർഷം വരും. എവിടെ? അമ്പലത്തിൽ പോയി, ആറ്റുകാൽ അമ്പലത്തിൽ അമ്പലത്തിൽ ഇന്ന് പോയില്ല, കഴിഞ്ഞ വെള്ളിയാഴ്ച പോയി തൊഴുതു. പോയിട്ട് എന്താണ് ഒരു പൊങ്കാലയുടെ ഒരു അനുഭവമൊക്കെ എങ്ങനെ നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പറ്റും? അവിടെ ചോദിച്ചാൽ പൊങ്കാലയുടെ ഒരു അനുഭവമൊക്കെ എങ്ങനെ പ്രേക്ഷകർ, കാരണം ഈ നാട്ടിലുള്ള ആളുകളാണ്, സ്വാഭാവികമായിട്ടും കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് എപ്പോഴും എല്ലാ വർഷവും ഒരു വർഷം വന്നു കഴിഞ്ഞാൽ എല്ലാ വർഷം വരണമെന്ന് തോന്നും. വരും, അമ്മേരുടെ നടയിൽ വരും. നേരത്തെ സമയമാകുമ്പോൾ അങ്ങോട്ട് തോന്നും വരണം എന്നുള്ളത്. വരാൻ തോന്നും, നമ്മൾ വരും. വരാൻ പറ്റിയില്ലെങ്കിൽ വരില്ല. നല്ലത്. എന്നാലും എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്കൊരു വിഷമമാണ് വരാൻ പറ്റാത്തത്. നേരത്തെയൊക്കെ നമ്മൾ പോയി തൊഴുതു, പൊങ്കാല ഇട്ട് വെച്ചിട്ട് പോയി തൊഴുതു. ഇപ്പം തിരക്ക് കാരണം നമ്മളെ കൊണ്ട് പറ്റൂല, അതുകൊണ്ട് മുമ്പേ പോയി തൊഴുതു. മുമ്പത്തേക്കാൾ കൂടുതൽ തിരക്ക് ആയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തല്ല. അപ്പോൾ കുറേ കുട്ടിക്കാലം മുതലേ ഇവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ മുൻപുള്ളതിനേക്കാൾ തിരക്ക് കൂടിയിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ആറ്റുകാൽ ക്ഷേത്രം. മുമ്പുള്ളതിനേക്കാൾ ഒരുപാട് തിരക്കാണ്. മുമ്പൊക്കെ നമ്മൾ ഈ സ്റ്റോട്ടിലൊക്കെയാണ് പൊങ്കാല ഇടുന്നത്, എന്നിട്ട് പോയി തൊഴുകയൊക്കെ ചെയ്യും. ഇപ്പം നമ്മളെ കൊണ്ട് അത്രയും പോകാൻ പറ്റൂല, തിരക്ക്. അതുകൊണ്ട് പൊങ്കാലയ്ക്ക് മുന്നേ പോയി തൊഴുക. അതാണ്, അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഓരോരുത്തർക്കും പറയാനുള്ളത്. അവർ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത് അവർ തിരുവനന്തപുരത്തുള്ള ആളുകൾ തന്നെയാണ്. അവർ കുട്ടിക്കാലം മുതലേ തന്നെ ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് ഇടാൻ കഴിയുന്നില്ല. ആ വർഷങ്ങളിൽ അവർക്ക് അതിൻ്റെ വിഷമങ്ങൾ ഉണ്ടാകും എന്നുള്ള അനുഭവം കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം പരമാവധി വർഷം ദേവി അവരെ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിക്കാറുണ്ട് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെ പലർക്കും പല അനുഭവങ്ങൾ ഉണ്ട്. ഈ പൊങ്കാല ഇടാൻ വരുന്ന ആളുകൾക്ക്, ഭക്തർക്ക് ഒരു വലിയ ഉത്സവം തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ വലിയ ഉത്സവം തന്നെയാണ്. എന്താണ് പൊങ്കാലയുടെ ഉത്സവം, എന്താണ് പറയാനുള്ളത്? പൊങ്കാലയുടെ ഒരു അനുഭവങ്ങളൊക്കെ എങ്ങനെ പങ്കുവയ്ക്കാം? നല്ല അനുഭവമാണ്. എല്ലാ വർഷവും ഇതുപോലെ പൊങ്കാല ഇടാൻ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുടങ്ങാതെ ഞാൻ എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് വരാറുണ്ട്. ഞാനും എൻ്റെ ഫാമിലി, മക്കളും എല്ലാവരും വരാറുണ്ട്. മക്കളും ഫാമിലിയും ഹസ്ബൻഡ് എല്ലാത്തിനും കൂടെ ആയിട്ടും ഉണ്ടാവും കൂടെ, എല്ലാ കാര്യത്തിനും ഉണ്ടാവും. എല്ലാ വർഷം വരാറുണ്ട്, കൂടെ വരാറുണ്ട്. എല്ലാ വർഷവും വരാറുണ്ട്. വളരെയധികം സന്തോഷം പൊങ്കാലയ്ക്ക് വരുന്നതിൽ. നമുക്ക് ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ അവരെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ദേവിയെ സന്തോഷിപ്പിക്കുക. നമ്മൾ പുരുഷന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെങ്കിലും കൂടെ നിന്നിട്ട് എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ടുണ്ട്. എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് ദേവിയുടെ പ്രീതി പിടിച്ചു പിടിക്കാൻ വേണ്ടി ആരും ശ്രമിക്കുന്നുണ്ട്. അതിന് വളരെ സന്തോഷമുണ്ട്.
എവിടുന്ന വരുന്ന സ്ഥലം? പൂജപ്പുരയിൽ നിന്നാണ്. പൂജപ്പുരയിൽ നിന്ന്. എല്ലാ വർഷവും പൊങ്കാല ഇടാൻ വരാം? എല്ലാ വർഷവും വരാറുണ്ട്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. എല്ലാ വർഷവും വരാം. എത്ര വർഷമായിട്ടുണ്ടോ? ഞാനിവിടെ എൻ്റെ 25 വർഷം കൊണ്ട് വരാറുണ്ട്. കുട്ടിക്കാലം മുതലേ ഒരു വലിയ അനുഭവം തന്നെയല്ലേ? നമുക്ക് ഓരോ വർഷവും മുടങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതാണ്. പിന്നെ എന്തെങ്കിലും അങ്ങനെ അവസരം വന്നാൽ അടുത്ത വർഷം 2 പൊങ്കാലായിട്ട് അങ്ങനെ ഇടാറുണ്ട്. എത്തിക്കുന്നുണ്ട്. ഇതുവരെ മുടങ്ങിയിട്ടില്ല. ഫാമിലി മക്കളൊക്കെ ഇപ്പോൾ കൂടെ തന്നെ ഉണ്ട്. നമ്മുടെ ഒരു തുടർച്ചയായിട്ട് മക്കളും ഈ കാര്യത്തിന് അവരും സപ്പോർട്ട് ചെയ്യുന്നു. അവരും വരാറുണ്ട്. ഇങ്ങനെ ഇന്ന് ഇത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് പോകും. 2:15 നിവേദ്യം, അത് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലേക്ക് പോകും. അങ്ങനെ നിരവധി പൊങ്കാല ഒരു വലിയ ഉത്സവം തന്നെയാണ്. തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ ഉത്സവം തന്നെയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ, അവിടെ ഏകദേശം 5 ലക്ഷത്തിൽ കൂടുതൽ ഭക്തർ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഓരോ വർഷവും ഇത്തരത്തിലുള്ള ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി എത്ര പേർ എത്തും എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം അത്രയ്ക്കും ഒരു ഭക്തജന തിരക്ക് തന്നെയാണ്. കൂടുതൽ ഭക്തജന പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട് ഓരോ വർഷവും. അത്തരത്തിലുള്ള സംവിധാനങ്ങളും നഗരസഭയുടെ ഭാഗത്തു നിന്നും എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കുടിവെള്ള പ്രശ്നമടക്കമുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ നഗരസഭയുടെ ഭാഗത്തു നിന്നും കൈക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിലുള്ള പൊങ്കാല ദിവസമായ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പൊങ്കാല ദിവസം ആണ് ഇന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവരും പുലർച്ചെ മുതൽ തന്നെ ഇതിനുവേണ്ടി സജ്ജമായി തയ്യാറായിരുന്നു. അതായത് തലേ ദിവസം തന്നെ അവരവരുടെ ഓരോ സ്ഥാനത്ത് പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്ന ആ സ്ഥാനത്ത് ഇടം പിടിച്ചിരുന്നു. അതിനുശേഷം അവർ ഇന്ന് പുലർച്ചെ ഇതിൻ്റെ ചടങ്ങുകളിലേക്കൊക്കെ കടന്നു. ഇന്ന് 9:45 അവിടെ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, അദ്ദേഹം നേരത്തെ പൊങ്കാലയുടെ ഭാഗമാകാൻ എത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി പൊങ്കാല സമർപ്പണം ദേവിക്ക് നടത്തുന്നുണ്ട്. ഒപ്പം സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകളും ലോക് ഭവന്റെ പരിസര പ്രദേശങ്ങളിലും ആറ്റുകാലമ്പയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തുകയാണ്. അങ്ങനെ അനന്തപുരി ആകെ ഒരു ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. ഇപ്പോൾ പൊങ്കാല സമർപ്പണത്തിന് ശേഷം ഭക്തർ കാത്തിരിക്കുകയാണ്. ഒരു ചെറിയ ഇടവേള എടുക്കാം. അതിന് ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തുകയാണ് ഭക്തലക്ഷങ്ങൾ. ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും സംസ്കൃതിയുടെ ഭാഗമായ പൊങ്കാലയ്ക്കായി ഈ നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തർ മനസ്സും ശരീരവും അമ്മയ്ക്ക് സമർപ്പിച്ച് അനന്തപുരി ലക്ഷ്യമാക്കിയെത്തി. ഇന്നിപ്പോൾ പൊങ്കാല ദിനത്തിൽ പൊങ്കാല സമർപ്പണം നടത്തി ഭക്തർ കാത്തിരിക്കുകയാണ്. ക്ഷേത്ര പരിസരത്ത് നിന്നും MS വീണ കൂടി ചേരുകയാണ്. വീണ, ഇപ്പോൾ ഭക്തലക്ഷങ്ങൾ പൊങ്കാല സമർപ്പണത്തിന് ശേഷം നിവേദ്യത്തിനായി കാത്തു നിൽക്കുകയാണോ? എത്രത്തോളം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷമാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരം? ആറ്റുകാൽ ക്ഷേത്ര പരിസരവും തിരുവനന്തപുരം നഗരവുമൊക്കെ യാഗശാലയായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൗരി വന്ദനം ഹോട്ടലിന് സമീപത്താണ്. നിരവധി ആർട്ടിസ്റ്റുകളുണ്ട്. അങ്ങനെ പൊങ്കാല അർപ്പിച്ചു. സന്തോഷമായി. ചൂട് വലയ്ക്കുന്നുണ്ടോ? ചൂട് മാത്രമല്ല, ഇങ്ങനെ ഇതായതുകൊണ്ടേ പുക പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, അത് കാരണം. എല്ലാ തവണയും ഓരോ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നു. ഇത്തവണയും ദേവിക്ക് മുമ്പിൽ ഒറ്റൊരു പ്രാർത്ഥിച്ച് നന്നായി പൊങ്കാലയിട്ട് നന്നായി പൊങ്കാല തിളച്ച് വന്നു. സമാധാനം. നിവേദ്യത്തിനുള്ള കാത്തിരിപ്പ്. അതെ, ഈ 2 മണിക്ക് 2:15 മറ്റേന്ന് തോന്നുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇത്തവണ എന്ത് പ്രത്യേകത തോന്നുന്നു? തിരക്ക് കൂടുതലല്ലേ? നല്ല തിരക്ക് കൂടുതൽ, നല്ല ചൂടും കൂടുതൽ. ഓരോ പ്രാവശ്യം ആള് കൂടുതലാണല്ലോ എപ്പോഴും. എന്തായാലും പൊങ്കാല ഇടാൻ സാധിച്ചല്ലോ, അതാണ് ഏറ്റവും വലിയ. ദർശനമൊക്കെ കഴിഞ്ഞിരുന്നു? കഴിഞ്ഞു. ഞാൻ 2 ദിവസം മുമ്പേ വന്നിട്ടുണ്ടായിരുന്നത്, കാരണം ദർശനം കിട്ടിയത്. ചന്ദ്രഗ്രഹണം ആയതുകൊണ്ട് 2 മണി എന്നൊക്കെ ആകുമ്പോഴേക്കും തളിക്കൽ കഴിഞ്ഞ് 3 മണി തൊട്ടിട്ട് ക്ഷേത്രം അടയ്ക്കുമെന്ന് പറഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് ഇവിടെ നിന്നേക്ക് ഇറങ്ങി കാത്തിരിപ്പാണ് ഇനി അടുത്തത്. വീണ്ടും അടുത്ത പൊങ്കാല വരുമ്പോൾ പൊങ്കാല ഇടാൻ പറ്റണേ ദേവിയെ നമ്മളെന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. തടസ്സങ്ങളില്ലാതെ അത് അർപ്പിക്കാൻ സാധിച്ചിട്ട്. അതെ, അതാണ് വലിയത്. നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, തടസ്സങ്ങളില്ലാതെ ഇവിടെ വന്ന് പൊങ്കാല ഇടാൻ പറ്റുന്നുണ്ടല്ലോ. അതും ഇത്ര അടുത്ത് പറ്റുന്നുണ്ടല്ലോ. തൊഴുതില്ലേ? താങ്ക് യു.
തീർച്ചയായും ഇത്തരത്തിൽ താരങ്ങളാണ്, സിനി താരങ്ങളാണ്. അവർ പൊങ്കാല അർപ്പിച്ച് സന്തോഷത്തോടു കൂടി പോകുന്നതാണ്. ദേവിയുടെ സന്നിധിക്ക് സമീപത്തതായി തന്നെ പൊങ്കാല അർപ്പിക്കാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഈ പരിസരത്തൊക്കെ കാണാം, ഇതുപോലെ തന്നെ നിറഞ്ഞു തൂകിയ കലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൊങ്കാല അർപ്പിച്ചതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ഒക്കെ ഈ ഭക്തരൊക്കെ എന്നുള്ളതാണ്. ചില കലങ്ങളൊക്കെ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിറഞ്ഞു തൂകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആത്മസമർപ്പണത്തിൻ്റെയും സാക്ഷാത്കാരത്തിൻ്റെയും ഒരു നിമിഷം കൂടിയാണ് ഇത് അവരെ സംബന്ധിച്ചിടത്തോളം. പ്രസാദം മാത്രമല്ല, അതായത് പൊങ്കാല പ്രസാദം മാത്രമല്ല, മണ്ടപ്പുറ്റും അതുപോലെ തന്നെ തിരളിയൊക്കെ ദേവിക്ക് നേർച്ചയായി അർപ്പിക്കുന്നവരുണ്ട്. ഓരോ നേർച്ചകൾക്കും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ട്. അതായത് ഓരോ നേർച്ച അർപ്പിക്കുമ്പോഴും ദേവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് അർപ്പിക്കുമ്പോൾ ശരീരസുഖത്തിനും ഒപ്പം തന്നെ കുടുംബ സന്തോഷത്തിനും ആയുരാരോഗ്യത്തിനും ഒക്കെ ആയിട്ടാണ് പൊങ്കാലയിലെ ഓരോ വിഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ നേർച്ചകളും ചെയ്ത് ദേവിക്ക് മുന്നിൽ ഓരോ പൊങ്കാലയായിട്ട് ഓരോന്നായി അർപ്പിക്കുന്നത് എന്നുള്ളതാണ്. പൊങ്കാല അർപ്പിച്ച് വിശ്രമിക്കാൻ പോയവരുണ്ട്. ഒപ്പം തന്നെ ആ കലങ്ങളൊക്കെ നിറഞ്ഞു തൂക്കി അത് പൊങ്കാല കലങ്ങളൊക്കെ വാഴയിലാൽ മൂടി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു സന്തോഷ നിമിഷത്തിൻ്റെ, അവർ കാത്തിരുന്ന നിമിഷത്തിൻ്റെ അത് സ്വപ്ന സായുജ്യം, ആത്മസാക്ഷാത്കാരത്തിൻ്റെയൊക്കെ നിമിഷങ്ങൾ കൂടിയായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. മറ്റ് വിഭവങ്ങളൊക്കെ നമുക്ക് തിളയ്ക്കുന്നതായും കാണാൻ സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചൂടിൻ്റെ കാര്യം പറയുന്നുണ്ട്. ചൂട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശാരീരികമായിട്ടുള്ള തളർച്ചകൾ ഉണ്ടാകുമ്പോൾ പോലും മനസ്സാൽ ആഗ്രഹിച്ച അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്താലാണ് അവർ ആ ഒരു ചടങ്ങ് അത് നിർവഹിച്ചത് എന്നുള്ളതാണ്. ആ ഒരു പാരമ്യത്തിലേക്ക്, ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷത്തിലേക്കാണ് അവർ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. വിചാരിച്ച പോലെ പൊങ്കാല ഇടാൻ പറ്റി. സന്തോഷമാണ്. എന്തൊക്കെയാണ് മറ്റ് വിഭവങ്ങൾ? കടുംപായസമുണ്ട്, വെള്ളപ്പായസമുണ്ട്, തെരളിയുണ്ട്, മണ്ടപ്പുറ്റുണ്ട്, എല്ലാം ഉണ്ട്. ഓരോന്നും ഓരോ നേർച്ച കൂടിയാണ്. ഇല്ല, എല്ലാ വർഷവും ഇങ്ങനെ ഇടാറുണ്ട്. ഇത്തവണ ആഗ്രഹിച്ചതുപോലെ സാധിക്കുമല്ലോ. തിരക്ക് കൂടുതലല്ലേ? കഴിഞ്ഞ വർഷം കൂടുതലാണ്. ഈ പ്രാവശ്യം നല്ല തിരക്കാണ്. ഇത്തരത്തിൽ എല്ലാ വർഷവും ചെയ്യുന്നത് പോലെ തന്നെ ഇക്കൊല്ലവും അത് ചെയ്യാൻ സാധിച്ചു എന്നാണ് അവർ പറയുന്നത്. നിരവധി പേർ ഇവിടെയുണ്ട്. ചൂട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പോലും തളരാതെ തന്നെ അത് ആത്മസമർപ്പണത്തോടു കൂടി ദേവിയെ അർപ്പിക്കാനും ഒപ്പം തന്നെ മനസ്സുരുകി പ്രാർത്ഥിക്കാനും കഴിഞ്ഞു എന്നാണ് പൊങ്കാല അർപ്പിച്ച ഓരോ ഭക്തജനങ്ങൾക്കും പറയാനുള്ളത്. വീണ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് നിന്നും വീണ ചേരുകയായിരുന്നു. വീണ തുടരുക അവിടെ. ഏതായാലും ആറ്റുകാൽ ക്ഷേത്ര പരിസരവും അനന്തപുരിയും ആകെ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ